എൻ്റെ ഇതുവരെയുള്ള ജീവിതം പുതിയ വഴികൾ തേടിയായിരുന്നു. സംശയങ്ങൾ യാഥാർത്ഥ്യത്തിലേക്ക് വിരൽ ചൂണ്ടിയ നിമിഷങ്ങളിൽ പ്രതീക്ഷകൾക്കതീതമായി ജീവിതം എന്നെ പലയിടങ്ങളിലേക്ക് കൊണ്ടുപോയി. ഇവിടെ മറയ്ക്കപ്പെട്ട പല സത്യങ്ങളും വെളിപ്പെടാൻ പോവുകയാണ്. എൻ്റെ ഈ അന്വേഷണത്തിന് ഞാൻ കൂട്ടിവെച്ച പല സംശയങ്ങളും ഉത്തരം നൽകാൻ പോകുന്നു. എൻ്റെ മോള് അവളെ കാണാനിട്ട് 5 ദിവസമായി. എൻ്റെ മോള് ജീവിച്ചിരിപ്പുണ്ടോന്ന് പോലും എനിക്കറിയത്തില്ല. അവളെ ഒന്ന് കണ്ടുപിടിച്ചതാ. മീനച്ചിലിൽ നിന്നും കാണാതായ പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നുവെന്ന് ഞെട്ടിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ ഈ മണിക്കൂറിൽ നമുക്ക് ലഭ്യമായിരിക്കുന്നത്. കുട്ടിയുടെ വീട്ടിൽ നിന്നും ഏകദേശം 3 കിലോമീറ്റർ അകലെയുള്ള ആളൊഴിഞ്ഞ പറമ്പിൽ നിന്നുമാണ് പോലീസിന് മൃതദേഹം ലഭിച്ചിരിക്കുന്നത്. ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമായി വരുന്നത് അവളെൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായിരുന്നു. ഞങ്ങളെന്നും ഒന്നിച്ചായിരുന്നു പോവാറ്. അന്നും എൻ്റെ വീടെത്തും വരെ അവളുണ്ടായിരുന്നു. എല്ലാവർക്കും അവളെ ഒരുപാട് ഇഷ്ടമായിരുന്നു. അവൾക്കങ്ങനെ അഫെയറൊന്നും ഉണ്ടായിരുന്നില്ല. ആരും അവളെ ശല്യം ചെയ്തിട്ടുമില്ല. She was such a brilliant student. ഇങ്ങനെ ഒരു ദുർവിധിയ കുട്ടിക്ക് ഇറ്റ് വാസ് അൺബിലീവബിൾ. പഠനത്തിൽ മാത്രമല്ല മറ്റെല്ലാ കാര്യങ്ങളും അവൾ മിടുക്കിയായി. ഐ വുഡ് സേ ഷി വാസ് എ മോഡൽ സ്റ്റുഡൻറ്റ്. കാണാതായെന്ന് കേട്ടപ്പോൾ ഐ വാസ് റിയലി ഷോക്ക്ഡ്. പരിചയമുള്ള ആരെങ്കിലും ആയിരിക്കണം ഇതിന് പിന്നിൽ. എൻ്റെ ഈ യാത്ര അവിശ്വസനീയമായ പല സന്ദർഭങ്ങളിലൂടെയും കടന്നു പോവുകയാണ്. സംശയങ്ങളുടെയും തെറ്റിദ്ധാരണകളുടെയും ഒരു കടൽ ബാക്കി നിൽക്കെ എങ്ങുമെത്താതെ എൻ്റെ മനസ്സ് ഭാരപ്പെട്ടിരിക്കുന്നു. ഇരുട്ടിനും സന്ദേഹത്തിനുമൊടുവിൽ നീതിയുടെ വെളിച്ചം തെളിഞ്ഞു. മരിക്കാൻ വിധിക്കപ്പെട്ട മനുഷ്യൻ അപരൻ്റെ ജീവിതം വില കൊടുക്കാതെ കളയുമ്പോൾ ജീവിതം നൈമിഷിക സുഖങ്ങളിൽ മാത്രം ഒതുക്കുവാനുള്ള മനുഷ്യൻ്റെ ഈ വിഫല ശ്രമത്തെ അതിശയത്തോടെ ഞാൻ നോക്കി നിന്നു.